കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവെൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ്. ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷ് ഏട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്ക് ഇതാണ്: ഹി ഈസ് ആൻ ആസ്റ്യൂട്ട് ബാസ്റ്റേർഡ്. എന്നെ കൊണ്ട് മലത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു മഗ്ഗിനകത്ത് ബിയർ ഒഴിച്ച, ഇത് കുടിച്ചോ, ഇത് കുടിച്ചാൽ നീ ബോധം കെടും, എനിക്കറിയാം. എന്നെ അത് കുടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് എന്നിട്ട് എൻ്റെ കാലെടുത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ 2 കാലും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി എനിക്ക് അഭിമുഖമായിട്ട് കാലിൻ്റെ പുറത്ത് ഇരുന്നു. ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം, തലസ്ഥാനം, ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും എല്ലാവരും വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ജയറാം പറഞ്ഞ് ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് ഗാന്ധിമതി ബാലേട്ടനെയും വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എന്നെ കൊണ്ട് മലത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു മഗ്ഗിനകത്ത് ബിയർ ഒഴിച്ച, ഇത് കുടിച്ചോ, ഇത് കുടിച്ചാൽ നീ ബോധം കെടും, എനിക്കറിയാം. എന്നെ അത് കുടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് ഈ ബാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഇടി എനിക്ക് താങ്ങത്തില്ല. എന്നിട്ട് എൻ്റെ കാലെടുത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ 2 കാലും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി എനിക്ക് അഭിമുഖമായിട്ട് കാലിൻ്റെ പുറത്ത് ഇരുന്നു. മുട്ടുമടക്കി ഫുൾ വെയിറ്റ് ഇട്ട് ഇരുന്നിട്ട് ഈ ആപ്സസ് ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ തടവി കൊണ്ടുവന്നിട്ട് ഒറ്റ ഞെക്കിയിട്ട് ഞാൻ അലറിയൊരു വിളി വിളിച്ചു. എനിക്കന്ന് സത്യം ഞാൻ കിളന്തുമായിരുന്നു, പക്ഷെ എനിക്ക് ഇത്തിരി മതി, പെരിനൊട്ടും സഹിക്കാത്ത ആളായിരുന്നു. ഇത് പിന്നെ ജയറാമിൻ്റെ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കഥയാണ്. ആ ആപ്സസിലെ ആണി ഞാനങ്ങോട്ട് ഞെക്കിയപ്പോഴേക്കും പൊട്ടിത്തെറിച്ചിട്ട് അത് നേരെ അമൃതയുടെ റൂഫിൽ പോയി അടിച്ച് അവിടെ ഒരു ചോരപ്പാടും കുറച്ച് മഞ്ഞ കളറിൽ അതിൻ്റെ പസ്സും എല്ലാം കൂടെ പതിഞ്ഞു എന്നാണ് കഥ. അപ്പം അങ്ങനെയെങ്കിൽ ഒരുപാട് സന്തോഷവും വളർച്ചയുടെ മുഹൂർത്തങ്ങളും ഒക്കെ സമ്മാനിച്ച ഈ സ്ഥാപനത്തിൽ എൻ്റെ ചോരപ്പാടും വീണിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ നിലവിളി കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ചാരുഹാസൻ സാർ അന്ന് വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹം ഉണർന്നിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു. രഞ്ജിനി അമ്മയൊക്കെ ഓടിയെത്തി, എന്തോ കൊലപാതകം നടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തോ ഓർമ്മകൾ വേദനയുള്ളതായിരുന്നെങ്കിലും ഓർക്കാൻ നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ തന്ന ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം, തലസ്ഥാനം, ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും ആ സമയം ആയപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വാടക വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട്. പക്ഷെ ഏറ്റവും ഹൃദ്യമായ ഞാൻ വന്നിന്ന് കാലുകുത്തിയത് ആ പ്രദേശത്താണ്. താൽക്കാലികമായ ഒരു സിറ്റ് ആൻഡ് ഡൈൻ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇൻ്റർവെൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. രതീഷ് ഏട്ടൻ, NF വർഗീസ്, രാജൻ പി ദേവ്, അങ്ങനെ ഒരു പിടി ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഭയങ്കര വർണ്ണശബളമായിട്ട് സീരിയൽ ലാമ്പുകളൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ്. ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷ് ഏട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്ക് ഇതാണ്: ഹി ഈസ് ആൻ ആസ്റ്യൂട്ട് ബാസ്റ്റേർഡ്. അവിടെയാണ് ആ സിഗ്നേച്ചർ മ്യൂസിക് ഇട്ട് ഞാൻ നടന്ന് കയറി വരുന്നത്. വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അവിടെയാണ് എൻ്റെ ഡയലോഗ് തുടങ്ങുന്നത്. അന്ന് ഒരുപക്ഷെ ഫോണറ്റിക്സിനോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനോ നമുക്ക് PG പഠിക്കുന്ന കാലത്ത് അഭ്യസിപ്പിച്ച ഒരു വിദ്യയിൽ നിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ട് അന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് തന്നെ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ പൊട്ടിച്ചിട്ടാണ് പറഞ്ഞത്. അന്ന് ഇവിടെ കൂടി നിന്ന്
എല്ലാവരും ആ ഷോട്ട് കഴിഞ്ഞിട്ട് കൈയടിച്ചു. അതിനകത്ത് വലിയ കസർത്തൊന്നുമില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ നീഡ് ടു ആസ്ക് യു ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു വ്യംഗ്യമുണ്ടായിരുന്നു. ദറ്റ് ഐ എം ഗോയിങ് ടു ക്ലോസ് ഇൻ ഓൺ യു. ഈ ഒരു ആരവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ചിത്രത്തിലെ എൻ്റെ പ്രകടനത്തെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും ഹൃദ്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രദേശമാണ്. നമുക്ക് ഒരുപക്ഷെ അതിന് മുമ്പുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. മധുസാറും സുകുമാരൻ സാറും ഒക്കെ സ്ഥിരം വന്നിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ സാധിച്ച് ഇവിടെ നിന്ന് തമ്പാനൂര് വരെ ഒരു ഓട്ടം ഓടിയ രണ്ടുപേരോട് ഒരു ഓട്ടം നടത്തിയ കഥയുമൊക്കെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് പിന്നെ കേട്ടിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒക്കെ അവർക്കെല്ലാം വീട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ അമൃത എന്ന് പറയുന്ന അവരുടെ ഒരു എന്താണ് മനസ്സാഗ്രഹിക്കുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന വീടെന്ന് പറയുന്ന സ്വഭാവം ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക്, അത് ബിസിനസ്സിന് വേണ്ടി എത്തുന്നവരായാലും പപ്പനാവനെയോ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം നുകരാൻ വേണ്ടി എത്തുന്നവർക്കോ ഒക്കെ ഇതൊരു പുതിയ അനുഭവം തന്നെയായി വരും. പുതിയ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ പഴയ അനുഭവങ്ങളുടെ ഒരു കെട്ട് ഞാനിവിടെ ഇറക്കി വെച്ചെങ്കിൽ ആ പരമ്പര ഈ പ്രസ്ഥാനത്തിന് തുടർന്നും ഇവിടെ വരുന്നവർക്കും സിനിമാ സമൂഹത്തിന് പ്രത്യേകിച്ചും സമ്മാനിക്കാൻ കഴിയട്ടെ. ആ ടിമ്പർ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ആ പഴയ രുചി തുടരാൻ സാധിക്കട്ടെ. ഇത് ഇനി ഒരിക്കലും ഇടയ്ക്കൊരു മയക്കത്തിലേക്ക് പോകാത്ത തരത്തിൽ എൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരും എന്നെനിക്കറിയാം. നമുക്ക് ഈ കുടുംബങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്ന് മുറിഞ്ഞ് അവകാശങ്ങളൊക്കെ മുറിഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില അനിശ്ചിതത്വങ്ങളുണ്ട്. അമൃതയെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമല്ല, അവകാശമല്ല, അധികാരമല്ല. അമൃതയെ കാംക്ഷിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ഒരു മന്ത്രിയായിട്ടല്ല, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് സിനിമയ്ക്ക് അങ്ങനെ ഒരു നിങ്ങളെക്കാൾ അധികമായ അവകാശമുണ്ട്. എല്ലാ സഹോദരങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒത്തുചേർന്ന് ഇതിൻ്റെ എല്ലാ വിങ്ങുകളും, ഞാൻ ആ മതിലിനൊരു ഗേറ്റ് ഇട്ട് അങ്ങോട്ടും ഒരു ആക്സസ്, ഈ വഴി ആരുടെ അവകാശമാണെങ്കിലും ഈ സ്ഥാപനവും തുറന്ന് ഇതൊരു ഒരു വലിയ കോംപ്ലക്സായി തിരിച്ചു വരണം എന്ന് പറയുന്ന പ്രാർത്ഥന ഞാനിവിടെ കണ്ണൻ്റെ മുമ്പിൽ നടപ്പിലാവട്ടെ. എല്ലാവർക്കും അതിനുള്ള മനസ്സലിവും എല്ലാവർക്കും ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പഴയ സമ്പ്രദായം തുടരുന്നതായി അറിയിക്കും.